പറയുന്നു. കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. ആദ്യമായി തന്നെ ഇപ്പോൾ വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്യുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത്. എന്നാൽ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നീട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. നേരത്തെ വലിയ സന്തോഷം കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ രേണു, ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിനു മുൻപ് സംസാരിച്ച വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ ഉന്നയിച്ചിരിക്കുന്ന വലിയ ആരോപണമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 10,000-ലധികം വോട്ട് ഇത്തവണ കൂടിയിട്ടുണ്ട്. വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പോയ വോട്ടുകൾ ആരുടേതെന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് UDF-ന് വോട്ട് കുറഞ്ഞു? ഇത് എവിടേക്ക് പോയി? BJP ജയിക്കാനിടയായ വിഷയം ആരാണ്? എവിടെ നിന്നാണ് വോട്ട് ചോർന്നത് എന്ന് പരിശോധിക്കണം എന്ന് വി എസ് സുനിൽകുമാർ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിലും ഇത് വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തും എന്നതിൽ തർക്കമില്ല. നേതാവും അക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ കരുവന്നൂർ വിഷയം വന്നപ്പോൾ അക്കാര്യങ്ങളിൽ ഇരുപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകളിൽ തങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. ഇത് അവർ തമ്മിലുള്ള ധാരണയുടെ ഫലമാണ് എന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു. സിറ്റിംഗ് എംപിക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം, അവരുടെ പാർട്ടിക്കാണ്. സംസ്ഥാനത്തുടനീളം UDF വേവുള്ളപ്പോൾ അതെന്തുകൊണ്ട് തൃശ്ശൂരിൽ ഉണ്ടായില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവരാണ് എന്ന് കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് TN പ്രതാപൻ നടത്തിയ പരാമർശം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കൂടിയാണ് ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള വിശകലനങ്ങൾ വരിക. എങ്ങനെ BJP സീറ്റ് ഉറപ്പിക്കാൻ സാധിച്ചു ഉത്തരവാദിത്തമാർക്ക് എന്ന കാര്യത്തിലാണ് ഇനി അങ്ങോട്ട് ചർച്ചകൾ നടക്കുക. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നു എന്നതാണ് വിവരം. JP നദ്ദയുടെ വസതിയിലേക്ക് അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നു. അവിടെ തകൃതിയായ കൂടിയാലോചനകൾ നടക്കുകയാണ്. സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ഒപ്പം ഘടകകക്ഷികളെ ആരെയും വിട്ടുപോകാതെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കണ്ണുകളും ചന്ദ്രബാബു നായിഡുവിന്റെ വസതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെ കാണുന്നു. അതിന്റെ ദൃശ്യങ്ങളും തത്സമയ ദൃശ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. ബറാമതിയിൽ സുപ്രിയ സുലെ വിജയിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ശരത് പവാർ നേരത്തെ പറഞ്ഞിരുന്നു താൻ ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ അസത്യമാണ്. താൻ ആരെയും വിളിച്ചിട്ടില്ല എന്ന് അക്കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ശരത് പവാർ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എന്ന വാർത്തകൾക്കിടെയാണ് JP നദ്ദയുടെ വസതിയിലേക്ക് BJP നേതാക്കൾ എത്തുന്നതും കൂടിക്കാഴ്ചകൾ ആരംഭിച്ചിരിക്കുന്നതും. എക്സിറ്റ് പോളുകളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ ട്വിസ്റ്റിലേക്ക് മാറുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ ഇനിയും ബാക്കി നിൽക്കുന്നത് ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ ചിത്രം ഇനിയും വ്യക്തമാകേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ ഇതുവരെയുള്ള ഒരു കണക്ക് ഏത് തരത്തിലാണ്? 2084 എന്ന ലീഡിൽ തന്നെ വി ജോയ് നിൽക്കുന്നു ആറ്റിങ്ങൽ എന്നുള്ള ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും കോൺഗ്രസ് 97 സീറ്റുമായി രണ്ടാമത്തെ വലിയ പാർട്ടിയായിരിക്കുന്നു. BJP 244 സീറ്റാണ് ഇപ്പോൾ BJPക്കുള്ളത്. SP 35, TMC 29, DMK 22 എന്നിങ്ങനെയാണ് നില. കങ്കണ റണൌട്ട് മാണ്ഡ്യയിൽ നിന്ന്, ഹിമാചലിലെ മാണ്ഡ്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മോദിയുടെ വിജയമാണ് ഇതെന്നാണ്
കങ്കണ റണൌട്ട് പറയുന്നത്. കങ്കണയാണ് അവിടെ മത്സരിച്ചതെങ്കിലും മോദി മത്സരിക്കുന്നത് പോലെ ആയിരുന്നു അവിടുത്തെ പ്രചരണങ്ങൾ. എന്തായാലും വിജയശേഷവും മോദിയുടെ വിജയമാണ് ഇത് എന്നാണ് കങ്കണ റണൌട്ട് പറഞ്ഞിരിക്കുന്നത്. ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബി.ജെ.ഡി ഒക്കെ ഏതാണ്ട് തീർത്തുമില്ലാതായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ചിത്രമൊക്കെ ഒരു വശത്ത് ദേശീയ ചിത്രം പരിശോധിക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. അത് ഒഡീഷ അടക്കം നമുക്കറിയാം മോദിയുടെ പ്രഭാവമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോഴും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ, വരുന്ന റിസൾട്ടുകൾ ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ വലിയ ക്ഷീണമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം തന്നെ. നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിതീഷിനെ ഒപ്പം നിർത്താനുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. നമുക്കറിയാം ആരുമായും കൂട്ടുചേരാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ്, എത്ര മറുകണ്ഠം ചാടാനും മടിയില്ലാത്ത വ്യക്തിയാണ്. നിതീഷ് ഇന്ത്യ മുന്നണിക്കൊപ്പം എത്തുമോ എന്നത് കാത്തിരിക്കുകയാണ്. അത്തരമൊരു നിർദ്ദേശം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഒരിക്കൽ കൂടി പോകാം. വീണ്ടും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി കെ.ആർ. രാജന്റെ പ്രതികരണം വരുന്നത് തൃശൂരിൽ താമര വിരിഞ്ഞതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 90,000-ലധികം വോട്ടുകൾ UDF-ന് നഷ്ടമായത് എങ്ങനെ? തൃശൂര് 5 നിയോജക മണ്ഡലത്തിൽ എങ്ങനെ കോൺഗ്രസ് അതിദയനീയമായി പിറകോട്ട് പോയി എന്നുള്ള ചോദ്യം ഉണ്ട്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ഇക്കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുമാണ്. അദ്ദേഹത്തിൽ നിന്നുകൂടി ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായി നടക്കുന്ന സമരത്തിൽ ഏത് വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയേറെ വോട്ടുകൾ കാണായത് എവിടെയാണെന്നും ഏതെല്ലാം വിധത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും ഏതെല്ലാം ബൂത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP പറഞ്ഞതായി ഞങ്ങളൊരു ചാനലിലൂടെ കേട്ടു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നഷ്ടപ്പെട്ടതും ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായ ബൂത്തുകൾ ഞങ്ങൾ LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ കണക്കുമായി UDF വരട്ടെ, ഞങ്ങളത് കാണാനും വിശകലനം നടത്താനും. കണക്കിപ്പോൾ യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വികാരത്തെ ഒറ്റുകൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന UDF ആത്മപരിശോധന നടത്തേണ്ടത്. അതവർ നടത്തുമെന്ന് വിചാരിക്കട്ടെ. ബാക്കി ഞങ്ങളുടെ പാർട്ടിയും ഈ മുന്നണിയിലകത്തെ വിവിധ പാർട്ടികളും എല്ലാം അവരവരുടെ കമ്മിറ്റികൾ കൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ പരിശോധിച്ചും ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. UDF-ന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് UDF-ൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വാദിക്കുമ്പോൾ KPCC-യുടെ പഴയ പ്രസിഡന്റിന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന, അദ്ദേഹത്തിന്റെ കുടുംബപരമായ തട്ടകമെന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂരിൽ 1 ലക്ഷം വോട്ട് ഏത് തരത്തിലാണ് BJP സീറ്റ് നേടിയതിനെ LDF പ്രതിരോധിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ വോട്ട് പോയിരിക്കുന്നത്, വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് UDF ക്യാമ്പിൽ നിന്നാണ്. UDF അതിനകത്ത് ഉത്തരം പറയണമെന്ന് LDF-ന്റെ നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ഏത് തരത്തിലുള്ള മറുപടി ഇനി UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരും എന്നുകൂടിയാണ് കാണേണ്ടത്. BJPക്ക് സീറ്റ് നേടാനിടയായ സാഹചര്യം ഏത് മുന്നണിയുടെ വീഴ്ചയായി രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടും എന്നുകൂടി കാണാം.